students, silent prayer. Today's topics are quadrilaterals, polygons and three-dimensional shapes. First topic is quadrilateral. Do you know what is meant by quadrilateral? A quadrilateral is a four-sided side shape. ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ? പോളിഗൺ എന്നാന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? പോളിഗൺ ഈസ് എ ക്ലോസ്ഡ് സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ വിത്ത് ലൈൻ സെഗ്മെന്റ്സ് ഉള്ളി, മേഡ് വിത്ത് ലൈൻ സെഗ്മെന്റ്സ് ഉള്ളി, ലൈൻ സെഗ്മെന്റ്സ് മാത്രം വെച്ചുള്ള ക്ലോസ്ഡ് കർവാണ് പോളിഗൺ എന്ന് പറയുന്നത്. ഇനി പോളിഗണിൽ ഫോർ സൈഡുള്ള ഫിഗറിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോർ സൈഡഡ് ഫിഗർ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഫോർ സൈഡ്സ്. Now quadrilaterals are different types: rectangle, square, parallelogram, rhombus, trapezium. Okay. ഇനി ഈ ഓരോന്നിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. You already know what is mean by rectangle. Rectangle shape is, this is a rectangle shape. What is the speciality of rectangles? Opposite sides are equal. Rectangles opposite sides are equal, isn't it? Next, which are the opposite sides? These sides are opposite sides. These two sides are opposite sides. Both are equal. Then any another speciality? Yes, all angles are 90 degree. All angles are 90 degree. Angles എവിടെ? ഇവിടെ ഇങ്ങനെ. ഈ angles എല്ലാം എത്രയാണ്? 90 degree. Okay. ഇനി എത്ര ഡയഗണൽ ഉണ്ട്? 2 diagonals. റെക്ടാംഗിൾസിന്റെ ഡയഗണൽസ് ഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാ? നോൺ അഡ്ജസന്റ് വെർട്ടീസസ് ജോയിൻ ചെയ്യുന്നതാണ് ഡയഗണൽ. സോ റെക്ടാംഗിൾ ഹാവ് 2 diagonals. So what are the specialities of a rectangle? Opposite sides are equal. It has 2 diagonals and all angles are 90 degree. Its diagonals bisect each other. What is mean by bisect? Bisect means equal ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. So these 2 diagonals meet here. And these 2 diagonals divide into, this diagonal divide into 2 parts and this diagonal also divide into 2 parts. That 2 parts are equal. Diagonals bisect each other. എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് പരസ്പരം ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഷേപ്പ് സ്ക്വയർ. സ്ക്വയർ മീൻസ് all sides are equal and all angles 90 degree and it has also 2 diagonals that are perpendicular to each other and also bisect each other. What is mean by perpendicular? Perpendicular means this angle is 90 degree, isn't it? This angle is 90 degree. So what is mean by square? Square, all sides are equal, all angles 90 degree and also 2 diagonals and diagonals bisect each other, perpendicular bisector each other. Next quadrilateral is parallelogram. In the name itself, it is parallel. Opposite sides parallel. ഈ നെയിമിൽ പറയുന്നത് പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ടുള്ളതാണ് പാരലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഈ ഷേപ്പാണ് നമ്മൾ ജനറൽ ആയിട്ട് പാരലോഗ്രാമിന് ഡ്രോ ചെയ്യുന്നത്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. ദീസ് 2 ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. വാട്ട് ഈസ് മീൻ ബൈ പാരലൽ ലൈൻസ്? പാരലൽ ലൈൻസ് നെവർ മീറ്റ് അറ്റ് എനി പോയിന്റ്. ഓൾറെഡി വി ലേൺഡ്, ഇസ്ന്റ് ഇറ്റ്? ഇനി ഈ പാരലോഗ്രാമിന്റെ ആംഗിൾസ് ഒക്കെ ഡിഫറെന്റ് ആണ് അല്ലേ? ഈ ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രി ആകുമ്പോഴാണ് നമ്മുടെ സ്ക്വയറും റെക്ടാംഗിളും ഒക്കെ ആകുന്നത്. ഈ പാരലോഗ്രാം, അതായത് സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, അതുപോലെ റെക്ടാംഗിളിന്റെയും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് അല്ലേ? ഒരിടത്തും ടച്ച് ചെയ്യുന്നില്ല, ഇതും ടച്ച് ചെയ്യുന്നില്ല. അതുപോലെ ഇതും പാരലൽ ആണ്. ഈ പാരലോഗ്രാമിന്റെ ആംഗിൾസ് 90 ഡിഗ്രി ആകുമ്പോഴാണ് നമ്മുടെ റെക്ടാംഗിൾ ഉണ്ടാകുന്നത്. റെക്ടാംഗിളിന്റെ ഓൾ സൈഡ്സും ഈക്വൽ ആകുമ്പോഴാണ് സ്ക്വയർ ഉണ്ടാകുന്നത്. അപ്പൊ പാരലോഗ്രാമിന്റെ സ്പെഷ്യൽ ടൈപ്സ് ആണ് റെക്ടാംഗിളും സ്ക്വയറും. ഓർത്തോണം, പാരലോഗ്രാമിന്റെ സ്പെഷ്യൽ ടൈപ്സ് ആണ് റെക്ടാംഗിളും സ്ക്വയറും. സ്ക്വയറും റെക്ടാംഗിളും എങ്ങനെയുണ്ടാകും? പാരലോഗ്രാമിന്റെ ആംഗിൾസ് 90 ഡിഗ്രി ആയാൽ റെക്ടാംഗിൾ ആയി. ഇനി ഓൾ സൈഡ്സ് ഈക്വലും കൂടി ആകുവാണെങ്കിൽ സ്ക്വയർ ആയി. ഇനി പാരലോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി നോക്കാം. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ, ദാറ്റ് ഈസ് ഫസ്റ്റ് സ്പെഷ്യാലിറ്റി. സെക്കൻഡ് സ്പെഷ്യാലിറ്റി, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ
equal, opposite sides equal. So also it has two diagonals. ഇത്രയേ ഉള്ളൂ പാരലോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റീസ്. നെക്സ്റ്റ് ഷേപ്പ് റോംബസ്. റോംബസിൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിരിക്കും? റോംബസും സ്ക്വയറിൻ്റെ പോലെ തന്നെ ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. റോംബസിൻ്റെ സ്പെഷ്യാലിറ്റി ഓൾ സൈഡ്സ് ഈക്വൽ. സ്ക്വയറിൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? ഓൾ സൈഡ്സ് ഈക്വൽ ആൻഡ് 90 ഡിഗ്രി. ഇവിടെ ആംഗിൾസ് 90 ഡിഗ്രി അല്ല, പക്ഷേ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. അതാണ് റോംബസ്. അപ്പോൾ ഈ റോംബസിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് സ്ക്വയർ എന്ന് പറയാം. റോംബസിൽ ഓൾ ആംഗിൾസ് 90 ഡിഗ്രി ആയാൽ അതെന്തായി മാറി? സ്ക്വയർ ആയിട്ട് മാറി. അപ്പം എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉണ്ട്, അത് ഓർത്തിരുന്നോണം. അതുപോലെ റോംബസിന് എത്ര ഡയഗണൽസാണ് ഉള്ളത്? റോംബസിനും 2 ഡയഗണൽസ് ആണ്. റോംബസിൻ്റെ ഡയഗണൽസും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. സ്ക്വയറിൻ്റെ ഡയഗണൽസും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 90 ഡിഗ്രി ആണ് ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതുപോലെ ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്ത് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് ടോട്ടൽ 6 ലെന്ത് ആണെങ്കിൽ ഇങ്ങോട്ടുള്ളത് 3 സെൻറ്റിമീറ്ററും ഇങ്ങോട്ടുള്ളത് 3 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഓക്കെ, സോ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. പിന്നെ എന്താണ്? ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ആംഗിൾസ് 90 ഡിഗ്രി അല്ല, വേറെ വേറെ ആംഗിൾസ് ആണ്. അതാണ് റോംബസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ട്രപ്പീസിയം. ഈ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനെ വിളിക്കുന്നതാണ് ട്രപ്പീസിയം. ട്രപ്പീസിയത്തിൻ്റെ സ്പെഷ്യാലിറ്റി 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ്. പെയർ എന്ന് പറഞ്ഞാൽ ഒരു പെയർ പാരലൽ സൈഡ്സ്, അതായത് ഈ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം പാരലൽ. ഇത് ഒരിക്കലും ടച്ച് ചെയ്യില്ല, ഇതും ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുമോ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? ഇതിങ്ങനെ ഇങ്ങനെ 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 പോകുന്നു, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു. ഇവിടെ വന്നപ്പോൾ കണ്ടോ? ടച്ച് ചെയ്തു. അപ്പോൾ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ്. ഇതാണ് ട്രപ്പീസിയം. ഇപ്പോൾ നമ്മൾ ക്വാഡ്ലാറ്ററൽസ് 4 സൈഡ്സ് ഉള്ള പോളിഗൺ ആണ് ക്വാഡ്ലാറ്ററൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാഡ്ലാറ്ററൽസ്: റെക്റ്റാങ്കിൾ, സ്ക്വയർ, പാരലോഗ്രാം, റോംബസ് ആൻഡ് ട്രപ്പീസിയം. യു മസ്റ്റ് സ്റ്റഡി ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് റഫ് ഫിഗർ. Now take page number 106, exercise 5.7. Before that there is a box is given, different types of quadrilaterals name, and we need to fill that table. സോ നിങ്ങൾ ആ ടേബിൾ ഒന്ന് സ്വയം ഫില്ല് ചെയ്ത് നോക്കണം. മിസ് പറഞ്ഞതനുസരിച്ച് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണോ ഈക്വൽ ആണോ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓൾ സൈഡ്സ് ഈക്വൽ ആണോ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണോ, ഡയഗണൽസിനെ പറ്റി ഈക്വൽ ആണോ പെർപെൻഡിക്കുലർ ആണോ. ഇപ്പം മിസ് പറഞ്ഞത് വെച്ചിട്ട് ഈ ഒരു ബോക്സ് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, എക്സസൈസ് 5.7. സേ ട്രൂ ഓർ ഫോൾസ്. ടേക്ക് യുവർ പെൻസിൽ ആൻഡ് റൈറ്റ് ദെയർ. ഈച്ച് ആംഗിൾ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. Is it correct? Yes. റെക്റ്റാങ്കിളിൻ്റെ എല്ലാ ആംഗിളും 90 ഡിഗ്രി അല്ലേ? റൈറ്റ് ആംഗിൾ ആണ്. ദാറ്റ് ഈസ് ട്രൂ. ക്വസ്റ്റ്യൻ ബി. The opposite sides of a rectangle are equal in length. That is also correct. Rectangle's opposite sides are equal, so that is also true. Question C. The diagonals of a square are perpendicular to one another. I already said squares diagonals are perpendicular bisector. Diagonals are perpendicular. That is true. Question D. All the sides of a rhombus are of equal length. Is it correct? Yes. All sides of a rhombus are equal length. That is also true. Question E. All the sides of a parallelogram are of equal length. Is it correct? Parallelograminte ella sides equal aano? No. Opposite sides matra equal ullu. So that statement is false. Now question F. The opposite sides of a trapezium are parallel. ട്രപ്പീസിയത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. അങ്ങനെ പറഞ്ഞാൽ അത് ഫോൾസ് ആണ്. 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ട്രൂ ആയേനെ. ട്രപ്പീസിയത്തിൻ്റെ 1 പെയറേ പാരലൽ ഉള്ളൂ, 2 പെയർസ് പാരലൽ ഇല്ല. സോ ദാറ്റ് ഈസ് ഫോൾസ്. നൗ ക്വസ്റ്റ്യൻ 2. ഗീവ് റീസൺസ് ഫോർ ദ ഫോളോവിങ്. എ സ്ക്വയർ ക്യാൻ ബി തോട്ട് ഓഫ് ആസ് എ സ്പെഷ്യൽ റെക്റ്റാങ്കിൾ. ഒരു സ്ക്വയറിനെ നമുക്കൊരു സ്പെഷ്യൽ റെക്റ്റാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ചെയ്യത്തില്ലേ? റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, ഓൾ സൈഡ്സ് 90 ഡിഗ്രി. ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. അവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? ആംഗിൾസ് 90 അല്ലേ? സോ സ്ക്വയർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെക്റ്റാങ്കിൾ. ഓക്കെ,
B question, a rectangle can be thought of as a special parallelogram. റെക്റ്റാങ്കിളിനെ പാരലോഗ്രാമിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അത് മിസ് ഓൾറെഡി പാരലോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു. പാരലോഗ്രാമിൻ്റെ ഓൾ ആംഗിൾസ് 90 ഡിഗ്രി ആയാൽ എന്തായിട്ട് മാറും? റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. സോ റെക്റ്റാങ്കിൾ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാരലോഗ്രാം. ക്വസ്റ്റ്യൻ സി, എ സ്ക്വയർ ക്യാൻ ബി തോട്ട് ഓഫ് ആസ് എ സ്പെഷ്യൽ റോംബസ്. I already said square is a special type of rhombus. What is the speciality of a rhombus? Its all sides are equal and its all angles are 90 degree. Then it will become square. Rhombus in the all sides already equal ആണ്. Square in the all sides equal ആണ്. Square in the speciality എന്താണ്? എല്ലാം 90 degree ആണ്. അപ്പോൾ ഈ റോംബസിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയാൽ അത് എന്തായിട്ട് മാറി? സ്ക്വയർ ആയിട്ട് മാറി. സോ സ്ക്വയർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റോംബസ്. നൗ ക്വസ്റ്റ്യൻ ബി, സ്ക്വയേഴ്സ്, റെക്ടാംഗിൾസ്, പാരലോഗ്രാംസ് ആർ ഓൾ ക്വാഡ്രിലാറ്ററൽസ്. സ്ക്വയറും റെക്ടാംഗിളും പാരലോഗ്രാമും എല്ലാം ക്വാഡ്രിലാറ്ററൽസ് ആണ് അല്ലേ? എല്ലാത്തിനും എത്ര സൈഡ് ആണ്? 4 സൈഡഡ് ആണ്. 4 സൈഡഡ് ഫിഗേഴ്സ് ആർ നോൺ ആസ് ക്വാഡ്രിലാറ്ററൽസ്. ക്വസ്റ്റ്യൻ എ, സ്ക്വയർ ഈസ് ഓൾസോ എ പാരലോഗ്രാം. സ്ക്വയർ ഒരു പാരലോഗ്രാം ആണ്. യെസ്, ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. റെക്ടാംഗിൾ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാരലോഗ്രാം. ആ റെക്ടാംഗിളിന് ഓൾ സൈഡ്സ് ഈക്വൽ ആകുമ്പോൾ എന്തായിട്ട് മാറുന്നു? സ്ക്വയർ ആയിട്ട് മാറുന്നു. സോ സ്ക്വയറും റെക്ടാംഗിളും ഒക്കെ പാരലോഗ്രാമിൻ്റെ സ്പെഷ്യൽ ടൈപ്പാണ്. അതുപോലെ സ്ക്വയർ റോംബസിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. നൗ ക്വസ്റ്റ്യൻ 3, a figure is said to be regular if its sides are equal in length and angles are equal in measure. നമ്മളൊരു ഫിഗറിനെ റെഗുലർ എന്ന് വിളിക്കണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് റെഗുലർ പോളിഗൺസ്. ഇഷ്ടം പോലെ 7th 8th 9th സ്റ്റാൻഡേർഡുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ വേർഡ് യൂസ് ചെയ്യും. ഏത് വേർഡാണ്? റെഗുലർ polygon. What is mean by regular? All sides are equal and all angles are equal. Then that polygon is known as a regular polygon. Okay. A definition ആണ് third question is തന്നിരിക്കുന്നത്. ഒരു figure. A figure is said to be regular if its all sides are of equal length and all angles are in equal measure. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് can you identify the regular quadrilateral? അങ്ങനെയാണെങ്കിൽ ഈ 5 types of quadrilateral ഏതായിരിക്കും റെഗുലർ ക്വാഡ്രിലാറ്ററൽ? റെഗുലർ മീൻസ് all sides equal and all angles equal. So all sides equal, all angles equal ആയിട്ടുള്ള ഏതാ ഇതിനകത്തുള്ള? റെക്റ്റാംഗുലർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ഉള്ളൂ. പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ഉള്ളൂ. റോംബസ് ഓൾ സൈഡ്സ് ഈക്വൽ ആണ് പക്ഷേ all angles equal അല്ല. ട്രപ്പീസിയം നോ. Then what is square? Square all sides are equal, all angles are equal. Okay, so square is a regular quadrilateral. Next topic is polygons. What is mean by polygons? We already learned polygon is a simple closed figure made up of line segments only. നിങ്ങൾക്കറിയാം ക്ലോസ്ഡ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ്സ് കൊണ്ട് ഡ്രോ ചെയ്തതാണ് പോളിഗൺസ്. ഇനി നിങ്ങൾ പഠിച്ചത് ട്രയാങ്കിളും ക്വാഡ്രിലാറ്ററലും മാത്രമേ ഉള്ളൂ. 3 സൈഡ് ഷേപ്പാണ് ട്രയാങ്കിൾ, 4 സൈഡ് ഷേപ്പാണ് ക്വാഡ്രിലാറ്ററൽ. ഇനിയും വേറെ ഇല്ലേ? അതാണ് പേജ് നമ്പർ 107. പേജ് നമ്പർ 107. ദിസ് ബോക്സ് 5 സൈഡ് ഷേപ്പ് ഈസ് നോൺ ആസ് പെൻഡഗൺ, 6 സൈഡ് ഷേപ്പ് ഹെക്സഗൺ, 8 സൈഡ് ഷേപ്പ് ഒക്ടഗൺ. ഇങ്ങനെ ക്വാഡ്രിലാറ്ററലിന് ഓരോ ഷേപ്പിനനുസരിച്ച് ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. 9 സൈഡ് ഉണ്ട്, 10 സൈഡ് ഉണ്ട്, 11 സൈഡ് ഉണ്ട്, 12 സൈഡ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ സൈഡ്സ് ഉള്ള ഫിഗേഴ്സ് ഉണ്ട്. ഇതിനെല്ലാം ഓരോരോ നെയിം പറയും. അപ്പം നിങ്ങൾക്ക് ഇവിടെ 8 സൈഡ് വരെയുള്ള ഫിഗേഴ്സിൻ്റെ നെയിം പഠിക്കേണ്ടത്. അപ്പോൾ 3 സൈഡഡ് ട്രയാങ്കിൾ, 4 സൈഡഡ് ക്വാഡ്രിലാറ്ററൽ, 5 സൈഡഡ് ഫിഗർ പെൻഡഗൺ, 6 സൈഡഡ് ഹെക്സഗൺ ആൻഡ് 8 സൈഡഡ് ഒക്ടഗൺ. അവിടെ 7 സൈഡിൻ്റെ തന്നിട്ടില്ലല്ലേ? 7 സൈഡിൻ്റെ നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ പേര് 7 സൈഡ് ഹെപ്റ്റഗൺ, 9 സൈഡ് നണ്ടഗൺ, 10 സൈഡ് ഡെക്കഗൺ. സോ റൈറ്റ് ദിസ് ഇൻ ദിസ് ബോക്സ്. ഈ ബോക്സ് ഇത് കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തോളൂ കേട്ടോ. 7 സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഫിഗർ നിങ്ങൾക്ക് അവിടെ ഇലിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഒരു സൈഡ് കൂടെ ആഡ് ആകും. 6 സൈഡ് ഹെക്സഗൺ, അതിൻ്റെ കൂടെ ഒരു സൈഡ് കൂടെ വന്നാൽ 7 സൈഡായി ഹെപ്റ്റഗൺ. ഇനി 8 സൈഡഡ് ഫിഗർ ഒക്ടഗൺ. ഒക്ടഗണിൻ്റെ ഒരു സൈഡ് കൂടെ കൂടിയാൽ 9 സൈഡായി നണ്ടഗൺ. ദെൻ 1 സൈഡ് കൂടെ കൂടിയാൽ 10 സൈഡഡ് ഫിഗർ ഡെക്കഗൺ. ഓക്കെ, സോ
triangle 3 side, quadrilateral 4 side, pentagon 5 side, hexagon 6 side, heptagon 7 side, octagon 8 side, nonagon 9 side, decagon 10 side. Now take a textbook page number 108, exercise 5.8. Question number 1. Examine whether the following are polygons. If any one among them is not, say why. So here given 4 figures, A, B, C, D, 4 figures. We need to examine whether it is a polygon. Polygon ആണെങ്കിൽ yes എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, റീസൺ കൂടെ പറയണം. So first figure, is it a polygon? No. Why? It is not a closed figure. Closed figure ആണ് polygon. So first figure is no, it is not a closed figure. Second figure, yes, it is a polygon with 6 sides. Third, the line segment കൊണ്ടാണോ? അല്ല. This is a circle. It is not a polygon. It is not made with line segments. Okay. And question D, it is also not a polygon because its third side is a curved. Line segment അല്ല, third side ഒരു കർവ് പോലെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ സൈഡ്സ് മെയ്ഡ് വിത്ത് ലൈൻ സെഗ്മെന്റ്സ് ഓൺലി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 2. നെയിം ഈച്ച് പോളിഗൺ. ഓരോ പോളിഗണിന്റെ നെയിം ഈസി അല്ലേ? കൗണ്ട് ചെയ്യുക, അതിന്റെ സൈഡ്സ് പേര് പറയുക. ഫസ്റ്റ് ഈസ് 4 sides, quadrilateral. Second, 3 sides, triangle. C, 5 sides, pentagon. And D, 8 sides, octagon. Okay. ഇനി അതിന് മേക്ക് 2 more examples of each of these എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വാഡ്രിലാറ്ററലിന് നമ്മൾ എക്സാമ്പിൾസ് പാരലോഗ്രാം, സ്ക്വയർ, ട്രപ്പീസിയം, റോംബസ് ഇതെല്ലാം നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിളിന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസെൽസ്, റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, ട്രയാങ്കിൾ, ഇങ്ങനെ പല ഷേപ്പിൽ ട്രയാങ്കിൾ വരയ്ക്കാം. ഇനി ഇതുപോലെ പെൻറ്റഗണും ഒക്ടഗണും 5 സൈഡുള്ള ഫിഗർ പല ഷേപ്പിൽ നിങ്ങൾ ഡ്രോ ചെയ്യുക. ഒക്ടഗൺ 8 സൈഡുള്ള ഫിഗറും പല ഷേപ്പിൽ ഒന്ന് നിങ്ങൾ ഡ്രോ ചെയ്ത് നോക്കുക. ഒരെണ്ണം വേണമെങ്കിൽ മിസ് കാണിച്ചു തരാം. ക്വാഡ്രിലാറ്ററും ട്രിയാങ്കിളും നമ്മൾ ഓൾറെഡി പഠിച്ചു പോയതാണ്. അപ്പം നിങ്ങൾ ആ ഫിഗേഴ്സ്, അതായത് സ്ക്വയർ, റോംബസ്, റെക്റ്റാങ്കിളൊക്കെ ഡ്രോ ചെയ്യുക ക്വാഡ്രിലാറ്ററിന്. പിന്നെ ട്രയാങ്കിളിന് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഡ്രോ ചെയ്യാം, ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളൊക്കെ ഡ്രോ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഹെക്സഗണിന് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കി. ഈ ആൽഫബറ്റ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെക്സഗൺ എത്ര സൈഡ് ഉണ്ട്? 1, 2, 3, 4, 5, 6 ഹെക്സഗണിൻ്റെ ഷേപ്പാണ്. അതുപോലെ ഇംഗ്ലീഷ് ലെറ്റർ എഫ് ഡ്രോ ചെയ്താൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഫിഗർ കിട്ടും. പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ള ഫിഗേഴ്സ് ഇങ്ങനെ ഡ്രോ ചെയ്യുക. എത്ര ലൈൻ സെഗ്മെന്റ്സ് വന്നു? ഡെക്കഗണിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. അപ്പം ഇഷ്ടമുള്ളതുപോലെ ഇങ്ങനെ നിങ്ങൾ ഇതുപോലത്തെ ഷേപ്പിൻ്റെ എക്സാമ്പിൾ ഡ്രോ ചെയ്യുക. മിസ് ഇവിടെ ജനറലായിട്ട് എങ്ങനെ ഡ്രോ ചെയ്യാമെന്നാണ് കാണിച്ചത്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് മേക്ക് 2 more examples ഓഫ് ഈച്ച് ഓഫ് ദീസ് എന്നാണ്. അതായത് ഈ ഫിഗറിന് ABCD നമ്മൾ നെയിം ചെയ്തില്ലേ, അതിന് എക്സാമ്പിൾ കൂടുതൽ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പെൻറ്റഗണും ഒക്ടഗണും ഒക്കെ ഡ്രോ ചെയ്യാം. ക്വാഡ്രിലാറ്ററൽ ട്രയാങ്കിൾ മിസ് പറഞ്ഞല്ലോ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 3. ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു റഫ് സ്കെച്ച് ഡ്രോ ചെയ്യുക. വാട്ട് ഈസ് മീൻ ബൈ റെഗുലർ ഹെക്സഗൺ? വാട്ട് ഈസ് മീൻ ബൈ റെഗുലർ? ഐ ഓൾറെഡി ടോൾഡ് റെഗുലർ മീൻസ് ഓൾ സൈഡ്സ് ഈക്വൽ ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. സോ നമ്മൾ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള, ഓൾ ആംഗിൾസ് ഈക്വൽ ആയിട്ടുള്ള ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഫിഗർ ഡ്രോ ചെയ്യും. സോ ദിസ് ഈസ് എ റെഗുലർ ഹെക്സഗൺ 6-sided figure. Okay. Now connecting any 3 of its vertices, draw a triangle. Identify the type of the triangle you have drawn. ഇനി ഏതെങ്കിലും 3 vertices ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് ട്രയാങ്കിൾ മേക്ക് ചെയ്യുക. സോ നമുക്കിങ്ങനെ ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇനി ഇത് ഏത് ടൈപ്പ്, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഇൻസൈഡിൽ വന്നു, ഇത് ഫിഗർ മിസ് ഇങ്ങനെ ഇങ്ങോട്ട് ലോങ് ആക്കി വരച്ചിരിക്കുന്നതുകൊണ്ട്, റഫായിട്ട് ഡ്രോ ചെയ്തിരിക്കുന്നതുകൊണ്ട് റെഗുലർ ആയിട്ട് വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് പോയിരിക്കുന്നത്. ശരിക്കും ഈ ട്രയാങ്കിൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുന്നത്. റെഗുലർ ഹെക്സഗണിൻ്റെ ഇൻസൈഡിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. വാട്ട് ഈസ് മീൻ ബൈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ?
ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. Now question number 4. Draw a rough sketch of a regular octagon. Octagon, how many sides for an octagon? 8 sides. So 8 sides ulla regular means all sides equal, so 8 sides ulla figure നോക്കിയേ 1 2 3 4 5 6 7 8 sided regular hexagon. Then draw a rectangle by joining exactly 4 sides of the vertices of the octagon. ഈ ഒക്ടഗണിൻ്റെ 4 വെർട്ടീസസ് ജോയിൻ ചെയ്തൊരു റെക്റ്റാങ്കിൾ മേക്ക് ചെയ്യണം. സോ നമുക്കിവിടെ റെക്റ്റാങ്കിൾ മേക്ക് ചെയ്യാം. ഈ വെർട്ടീസസും ജോയിൻ ചെയ്തു, ഇതും ജോയിൻ ചെയ്തു. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആയില്ലേ നോക്കിയേ, കണ്ടോ? ദിസ് ഈസ് എ റെക്റ്റാങ്കിൾ. Now question number 5. A diagonal is a line segment that joins any two vertices of a polygon and is not sides of the polygon. Diagonal എന്ന് പറഞ്ഞാൽ മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നോൺ അഡ്ജസൻറ്റ് വെർട്ടീസസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ഡയഗണൽസ്. പോളിഗൺസിൻ്റെ നോൺ അഡ്ജസൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ നോൺ അഡ്ജസൻറ്റ്? തൊട്ടടുത്ത് വരാത്ത എല്ലാ വെർട്ടീസസും നമുക്ക് ജോയിൻ ചെയ്ത് ഡയഗണൽസ് ഡ്രോ ചെയ്യാം. അടുത്തടുത്തത് നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് സൈഡ്സ് ആണ് കിട്ടുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ നമ്മളോട് പറഞ്ഞ? ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് എ പെൻറ്റഗൺ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഡയഗണൽസ്. ഒരു പെൻറ്റഗണിൻ്റെ റഫ് സ്കെച്ച് ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ ഡയഗണൽസ് നമ്മൾ ഡ്രോ ചെയ്യണം. സോ പെൻറ്റഗൺ ഈസ് എ 5-sided ഫിഗർ. 1 2 3 4 5. ഇനി ഇതിൻ്റെ ഡയഗണൽസ് ജസ്റ്റ് ഡ്രോ ചെയ്യുക. സോ നമ്മൾ ഈ ഒരു വെർട്ടീസസിന് സ്റ്റാർട്ട് ചെയ്യുവാണ്. നോൺ അഡ്ജസൻറ്റ് മീൻസ് അടുത്ത് വരാത്ത, ഇതാണല്ലോ ഇതിൻ്റെ അടുത്ത്, അതുപോലെ ഇതാണ് ഇതിൻ്റെ അടുത്തല്ലാത്ത. ഇതിങ്ങോട്ട് നമുക്ക് ഡ്രോ ചെയ്യാം, ഇങ്ങോട്ടും ഡ്രോ ചെയ്യാം. അപ്പോൾ ആ വെർട്ടീസസിന് കഴിഞ്ഞു. നെക്സ്റ്റ് വെർട്ടീസസ് ദിസ് വൺ ആൻഡ് ദിസ് ഓൾസോ. Now take this vertices. ഇതാണ് അതിൻ്റെ അഡ്ജസൻറ്റ്. ഇതിൻ്റെ അഡ്ജസൻറ്റ് അല്ലാത്ത ഇതും കൂടെ ഡ്രോ ചെയ്തു. ഓക്കെ. നൗ ദിസ് വെർട്ടിസസ് ഇതിൻ്റെ നോൺ അഡ്ജസൻറ്റിലേക്ക് ഓൾറെഡി വന്നു, ഇവിടെ നോൺ അഡ്ജസൻറ്റിലേക്ക് ഓൾറെഡി വന്നു. സോ പെൻറ്റഗണിൻ്റെ ഡയഗണൽസ് ഡ്രോ ചെയ്താൽ ഈ ഷേപ്പിൽ കിട്ടും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് 3-dimensional shapes. സോ വാട്ട് ഈസ് മീൻ ബൈ 3-dimensional ഷേപ്പ്? 2-dimensional ഷേപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? 2-dimensional ഷേപ്പ് അതാണ് നമ്മുടെ റെക്റ്റാങ്കുലർ, സ്ക്വയർ ഇങ്ങനെയൊക്കെ ഡ്രോ ചെയ്യുന്നത്. അതായത് ലെന്തും ബ്രെഡ്ത്തും മാത്രം ഉള്ളതാണ് 2-dimensional ഷേപ്പ്. 3-dimensional എന്ന് പറയുമ്പോൾ അതിന് ഹൈറ്റും കൂടെ വരും, അതായത് വോളിയം കാണും. ദാറ്റ് മീൻസ് ഷേപ്പ് ലൈക്ക് ദിസ്. ഞാനൊരു എക്സാമ്പിൾ ഡ്രോ ചെയ്ത് കാണിക്കാം. നമ്മളിങ്ങനെയൊക്കെ ഡ്രോ ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി 3-dimensional ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഫോണൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ഇഷ്ടം പോലെ 3D ഷേപ്സ് ഒക്കെ അറിയാം. നമ്മൾ 3-dimensional ഷേപ്പിന് 3D ഷേപ്പ് എന്നും 2-dimensional 2D എന്നും പറയാം. ഇതാണ് 2-dimensional, ലെന്തും ബ്രെഡ്ത്തും ഉള്ളൂ. 3-dimensional ലെന്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അതാണ് ഡിഫറൻസ്. ലെന്ത്, ഇത് ബ്രെഡ്ത്ത്, ദിസ് ഈസ് ഹൈറ്റ്. അപ്പം ഇതിനൊരു വോളിയം കൂടെ ഉണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഇൻസൈഡിൽ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സ്പേസ് കൂടെയുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നിങ്ങളിരിക്കുന്ന റൂം ഒരു 3-dimensional ഷേപ്പാണ്. നിങ്ങളുടെ റൂമിൻ്റെ ഷേപ്പ് എന്താ? റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് അല്ലേ വന്നിരിക്കുന്നത്, വാൾസ് ഒക്കെ റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് വെച്ച് ഒരു ഷേപ്പ് ഉണ്ടാക്കി അതിനുള്ളിലാണ് നിങ്ങളിരിക്കുന്നത്. ആ ഷേപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂബോയിഡ്. എന്ത് വിളിക്കും? ക്യൂബോയിഡ്. സോ മിസ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഈ ബോക്സിൻ്റെ ഇൻസൈഡിൽ ഇത് നമുക്ക് ഒബ്ജക്ട്സ് വെക്കാം. നിങ്ങളുടെ റൂം പോലെ തന്നെ എക്സാമ്പിളാണ്. ഇത്രയും ഫിഗേഴ്സ് ആണെങ്കിൽ ഇത്രയും വസ്തുവാണ് 3-dimensional എന്ന് പറയുന്നത്. ഇതിൻ്റെ ലെന്താണ് ഇത്. ലെന്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇതൊരു ക്യൂബോയിഡാണ്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ സ്പെഷ്യാലിറ്റി? ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ റെക്റ്റാങ്കിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, റെക്റ്റാങ്കിൾ കൊണ്ട് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ എന്ന് പറയുന്നതിന് ഇൻസൈഡ് നമുക്ക് ഓരോ സാധനങ്ങൾ ഇട്ട് വെക്കാം. സോ ഇതിന് വോളിയം ഉണ്ട്. ഇതിൽ 3-dimensional ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ കയ്യിലിരിക്കുന്ന ജോമെട്രി ബോക്സ് ഇതൊക്കെ ഇൻസൈഡിൽ നമുക്ക് വെക്കാം. അന്നേരം നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാം തന്നെ എന്താണ്? 3-dimensional ആണല്ലേ. നമ്മുടെ റൂം, നമ്മുടെ ഗ്ലാസ്, പ്ലേറ്റ്, അങ്ങനെ ബോക്സ്, ലഞ്ച് ബോക്സ്,
ബോട്ടിൽ, അങ്ങനെ എല്ലാം വോളിയം വരുന്ന എല്ലാം 3 ഡയമെൻഷനിലാണ്. ഈ ഫസ്റ്റ് 3 ഡയമെൻഷണൽ ഷേപ്പ് ക്യൂബോയിഡ്. ക്യൂബോയിഡിന്റെ എക്സാമ്പിൾ ആണ്. ഇത് രണ്ടും ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആയിരിക്കും അതിൻ്റെ ഈ സൈഡിലൊക്കെ വരുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കോളുക. ഈ ഒരു ക്യൂബോയിഡിൽ നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ ഫേസസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഫേസസ്. ഈ വരുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിനെയൊക്കെ. ഇവിടെ നമുക്ക് സ്ക്വയർ ആണ് അല്ലേ, 2 സ്ക്വയേഴ്സ് ആണ് 2 സൈഡിൽ, ബാക്കിയൊക്കെ റെക്റ്റാങ്കിൾ ആണ്. ഇതിനെ ഫേസസ് എന്ന് വിളിക്കും. സോ ഹൗ മെനി ഫേസസ് ഫോർ ദിസ് ക്യൂബോയിഡ്? ഹൗ മെനി ഫേസസ്? 1 2 3 4 5 6. ടോട്ടൽ 6 ഫേസസ് ഫോർ എ റെക്റ്റാങ്കിൾ. ഇനി ഈ ഒരു ഫേസ് മാത്രം കൺസിഡർ ചെയ്യുക. ഇതിനെ നമ്മൾ എഡ്ജസ് എന്ന് വിളിക്കും. എഡ്ജസ്, മലയാളത്തിലാണെങ്കിൽ വശങ്ങൾ എന്ന് പറയും, എഡ്ജസ്. സോ ഇതൊരു ഫേസാണ്. ഈ 1 ഫേസിന് എത്ര എഡ്ജസ് നിങ്ങൾ കാണുന്നുണ്ട്? 1 2 3 4. 1 ഫേസ് ഹാസ് 4 എഡ്ജസ്. അങ്ങനെ എത്ര ഫേസസാണ് നമുക്കുള്ള? 6 ഫേസസ് ഉണ്ട്. 1 ഫേസിന്, മിസ് 1 ഫേസിൻ്റെ കാര്യമാണ് പറയുന്നത്, ടോട്ടൽ അല്ല. 1 ഫേസിന് 4 എഡ്ജസ് ഉണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് കോർണേഴ്സ്. 1 ഫേസിന് എത്ര കോർണേഴ്സ്? ഇതിന് കോർണേഴ്സ് അല്ലെങ്കിൽ വെർട്ടീസസ് എന്ന് പറയും. ഈ ഒരു 1 ഫേസ് എടുത്തു കഴിഞ്ഞാൽ എത്ര കോർണേഴ്സ് ഉണ്ടാവും? 1 2 3 4. ടോട്ടൽ എത്രയാണോ ഉള്ളത്? ഈ വശത്ത് 4, ഇവിടെ 4, 8 കോർണേഴ്സ് ആണ് ക്യൂബോയിഡിനുള്ളത്. ഇത് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. സോ ടോട്ടൽ 6 ഫേസസ്, ടോട്ടൽ 8 corners or 8 vertices, and 1 face has 4 edges. Okay. Next is cube. നിങ്ങൾ ക്യൂബിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ നിങ്ങൾ ആ ഡൈ യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ആ ഡൈ എന്ന് പറയുന്നത് ക്യൂബിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ക്യൂബ് നിങ്ങൾ മറ്റേ ഷേപ്പ് വരുന്നത് കളർ സെയിം ആക്കുന്ന മറ്റേ ഒരു ഇതുണ്ടല്ലോ, അത് ക്യൂബ് ചെയ്യാറില്ലേ, അത് ക്യൂബിന് എക്സാമ്പിൾ ആണ്. സോ ക്യൂബിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഓൾ ഫേസസ് മെയ്ഡ് വിത്ത് സ്ക്വയേഴ്സ് അല്ലേ? എല്ലാ ഫേസസും സ്ക്വയർ കൊണ്ടാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ ക്യൂബ്. ഇതിന് റെക്റ്റാങ്കിളിൻ്റെ പോലെ തന്നെ 6 ഫേസസ് ആണ്. 1 2 3 4 5 6. അതുപോലെ ഒരു ഫേസിന് 4 എഡ്ജസ് ആണ്, 4 കോർണേഴ്സ് ആണ്. നെക്സ്റ്റ് ഈസ് കോൺ. ഇത് നിങ്ങൾ ഇഷ്ടം പോലെ യൂസ് ചെയ്തിട്ട് കാണും ഈ ഷേപ്പിലുള്ളതില്ലേ? ഐസ്ക്രീം. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് ഐസ്ക്രീം കോൺ ഓർമ്മ വരും. പിന്നെ വേറൊന്നും കൂടി ഉണ്ടല്ലോ, ബർത്ത്ഡേ ക്യാപ്പ്, ഐസ്ക്രീം കോണൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇതിന് ഇവിടെ ഒരു വെർട്ടക്സ് ഉണ്ട് അല്ലേ? ഒരു കോൺ ഇവിടെ ഉണ്ട്. ഇതിന് ലൈൻ സെഗ്മെന്റ്സ് ആയിട്ട് ഷേപ്പ് ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ ഈ പോർഷൻ ഒരു സർക്കിൾ ഷേപ്പാണ്. ഇവിടെ ഇങ്ങനെ റൗണ്ടഡ് ആയിട്ടുള്ള ഷേപ്പാണ്. ഐസ്ക്രീം കോണ്, ബർത്ത്ഡേ ക്യാപ്പ് ആർ ദ എക്സാമ്പിൾസ്. നെക്സ്റ്റ് ഈസ് സ്പിയർ നിങ്ങൾ ഇഷ്ടം പോലെ, ബോൾ അല്ലേ? ബോള്. ഇതിന് എന്തെങ്കിലും ലൈൻ സെഗ്മെന്റ്സ് സൈഡ്സ് ആയിട്ടുണ്ടോ? നോ സൈഡ്സ്, നോ വെർട്ടീസസ്. കോർണേഴ്സ് ആയിട്ടുണ്ടോ? ഇല്ല. സോ ദിസ് ഈസ് എ സ്പിയർ. ഇതിൻ്റെ ഹാഫ് ആണിത്, ഹെമിസ്പിയർ. ഹാഫ് ആണ് ഇതിൻ്റെ ഹെമിസ്പിയർ. ഓക്കെ. സ്പിയർ നിങ്ങൾക്ക് എക്സാമ്പിൾ ബോൾ. നെക്സ്റ്റ് ഈസ് സിലിണ്ടർ ഷേപ്പ് ഈസ് ലൈക്ക് ദിസ്. PVC പൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? പൈപ്പിന് ഈ ഷേപ്പാണ് വരുന്നത്. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റോഡ് റോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇത് റോഡിൽ നിങ്ങൾ പോകുമ്പോൾ കാണാറുണ്ടല്ലോ, ഒരു റോഡ് ടാർ ചെയ്യുന്ന സമയത്ത് ഒരു റോഡ് റോളർ എന്ന് പറഞ്ഞൊരു വെഹിക്കിളുണ്ട്. അതിൻ്റെ ടയർ അല്ലെങ്കിൽ ആ ചക്രം എന്ന് പറയുന്നത് ഇതേ ഷേപ്പിലിരിക്കും. നമ്മൾ അമ്മാവൻ വണ്ടി എന്നൊക്കെ പറയും മലയാളത്തിലല്ലേ, ഇങ്ങനെ ഉരുണ്ട് പോകുന്നത്, അതിൻ്റെ ഷേപ്പ് ഇത്. പിന്നെ ഇത് സിലിണ്ടറിന് എക്സാമ്പിളാണ്. നമ്മുടെ ബാറ്ററി, അതുപോലെ ഇതുണ്ട് ഈ ഒരു ബോട്ടിൽ, ഇതൊക്കെ സിലിണ്ടർ ഷേപ്പിന് എക്സാമ്പിളാണ്. സിലിണ്ടർ ഷേപ്പിൻ്റെ ഈ 2 സൈഡ്സ് എന്താണ്? സർക്കിൾ ഷേപ്പാണ്. ഇവിടെ റൗണ്ട് ആണ്. ഇതിന് വെർട്ടീസസും കോർണേഴ്സും ഇല്ല. നെക്സ്റ്റ് ഈസ് പിരമിഡ് ഈസ് ലൈക്ക് ദിസ് ഷേപ്പ്. ഓക്കെ. ഇതെല്ലാം പിരമിഡ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിരമിഡ്സ് ആണ്. നിങ്ങൾ കാണാമല്ലോ അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിരമിഡ്സ് ആണ്. ഇനി ഈ പിരമിഡ്സിലെല്ലാം നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് നോക്കി ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് പറയാമോ? ഇതിൻ്റെ ഫേസസ് എന്ത് ഷേപ്പാണ്? ഫേസസ് മീൻസ് ഇത് ഈ വരുന്നതൊക്കെ എന്ത് ഷേപ്പാണ്? അതുപോലെ ഇത് എന്ത് ഷേപ്പാണ് വരുന്നത്? ഇങ്ങോട്ട് വരുന്നതെല്ലാം ട്രയാങ്കിൾ ഷേപ്പാണ് അല്ലേ? പിരമിഡ്സിൻ്റെ ഈ ഫേസസ് എല്ലാം മുകളിലേക്ക് വരുന്നതെല്ലാം ട്രയാങ്കിൾ ഷേപ്പാണ്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വെക്കുന്നത് അല്ലേ?
ഈ ഒരു ഫേസ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അതിന് നമ്മൾ ബേസ് എന്ന് വിളിക്കും. ബേസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ബേസ് എന്താണ്? സ്ക്വയർ. ഇതിൻ്റെ ബേസ് ട്രയാങ്കിൾ. ഇതിൻ്റെ ഷേപ്പ് ബേസ് പെൻഡഗൺ. സോ ഇതിനെ നമ്മൾ ഇതനുസരിച്ചാണ് ഷേപ്പ്, ഈ ബേസ് അനുസരിച്ചാണ് നെയിം ചെയ്യുന്നത്. ഇതിനെ നമ്മൾ സ്ക്വയർ പിരമിഡ് എന്ന് വിളിക്കും. ദിസ് ഈസ് ട്രയാങ്കുലർ പിരമിഡ്. അപ്പോൾ ഇതെങ്ങനെ വിളിക്കുമായിരിക്കും? അത് നിങ്ങളൊന്ന് തന്നെ കണ്ടുപിടിക്കണം, ഹോംവർക്കാണ്. സോ പിരമിഡ്സ് ബേസ് ഹാസ് ഡിഫറെൻറ്റ് ഷേപ്സ്. അതിൻ്റെ മുകളിലേക്കുള്ള പോർഷൻ എല്ലാം ട്രയാങ്കിൾ ആയിരിക്കും. ഏത് ഷേപ്പാണെങ്കിലും ട്രയാങ്കിൾ ആയിരിക്കും. അതിനെല്ലാം എന്തുണ്ട്? ഒരു കോർണറുണ്ട്. എഡ്ജസ് ഇതിൻ്റെ ഈ ബേസിനെ അനുസരിച്ച് ഡിഫറെൻ്റ് എഡ്ജസ് ആയിരിക്കും വരിക. നമ്പർ ഓഫ് എഡ്ജസിന് ഡിഫറൻസ് വരും. നെക്സ്റ്റ് ഈസ് പ്രിസം. പ്രിസം നിങ്ങൾ കേട്ടിട്ട് കാണും. ഇതാണ് പ്രിസം ഷേപ്പ്. ഈ ഷേപ്പിന് എന്തായിരിക്കും സ്പെഷ്യാലിറ്റി? ഇതിൻ്റെ ഈ 2 സൈഡ്സ് ട്രയാങ്കിൾ ആണ്. ഓൾ അതർ സൈഡ്സ് ആർ റെക്റ്റാങ്കുലർ ഷേപ്പ്. സോ പ്രിസം സ്പെഷ്യാലിറ്റി 2 sides are triangles and all 3 sides are rectangle. This is known as a prism. Okay, this is a triangular prism because these 2 sides are these 2 faces are triangles. ഇതിന് എക്സാമ്പിൾസ് നമ്മൾ റൂഫ്, ഹൗസിൻ്റെ റൂഫൊക്കെ പണിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. അല്ല, റൂഫ് ഇങ്ങനെയല്ല, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഇതല്ല, വാർത്ത കെട്ടിടങ്ങളല്ല, അല്ലാത്ത ഇങ്ങനെ റൂഫൊക്കെ വെക്കുന്നത് സാറിന് ഇങ്ങനെ ഷേപ്പിൽ വന്ന് ഇങ്ങനെ വെക്കാറുണ്ട്. ഓക്കെ, നൗ പേജ് നമ്പർ 110. ഡു ദിസ്. First one already given, that is very important. That 5 questions very important and study well. First is a cuboid looks like a rectangular box. Cuboid is a rectangular box പോലെയാണ്. It has 6 faces. Each face has 4 edges. Each face has 4 corners called vertices. That is I already told. Second, a cube is a cuboid. Cube എന്ന് പറയുന്നത് ഒരു ക്യൂബോയിഡ് തന്നെയാണ്. അതിൻ്റെ ഓൾ എഡ്ജസ് ആർ ഈക്വൽ സൈഡ്സ് ആവും, അതായത് എല്ലാം സ്ക്വയർ ഷേപ്പ് ആവുന്നതാണ്. ഇതിനും അതുപോലെ തന്നെ 6 ഫേസസ്, 1 ഫേസിന് 4 എഡ്ജസ് 4 കോർണേഴ്സും ആണ്. അപ്പോൾ അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. ഇറ്റ് ഹാസ് ഡാഷ് ഫേസസ്. ഇറ്റ് ഹാസ് 6 ഫേസസ്. ഈച്ച് ഫേസ് ഹാസ് 4 edges right there and each face has 4 vertices. Okay, now 3. A triangular pyramid has a triangle as its base. Triangular pyramid has a triangular as its base. It is known as tetrahedron. Tetrahedron എന്നും കൂടി ഇതിനെ വിളിക്കും. നിങ്ങൾ ട്രയാങ്കുലർ പിരമിഡിന് ഓർത്തിരുന്നാൽ മതി. എത്ര ഫേസസ് ഉണ്ട്? 1 2 3 4. So right there 4. Edges എത്രയെണ്ണം ഉണ്ട്? 1 2 3 4 5 6. ഇവിടെ 3, മുകളിലും 3. So total 6 edges. Corners 1 2 3 4. 4 corners. Next question 4. നിങ്ങൾ ഇതെല്ലാം വീഡിയോ പോസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ. A square pyramid has a square as its base. This is a square pyramid, square as its base. This shape is a square. How many faces? 1 2 3 4 5. അതായത് ഇവിടെ ഒരു ബേസ് 4 ഉണ്ട്. 4 സൈഡുള്ള ഈ ഫിഗറിന് ഓരോ 4 സൈഡിലും ഓരോ ട്രയാങ്കിൾ ഉണ്ട്. സോ ഈ ഫേസും ആ 4 സൈഡ് ട്രയാങ്കിൾസും ചേർന്ന് 5 ഫേസസ്. എഡ്ജസ് താഴെ എത്രയുണ്ട്? 4. 1 2 3 4. മുകളിലോ 1 2 3 4. 4 plus 4 8 edges. How many corners? 1 2 3 4 5. 5 corners. Now 5. A triangular prism looks like a shape of a kaleidoscope. It has a triangle as its base. Triangle prism, kaleidoscope, അതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പിന്നീട് പഠിക്കും കേട്ടോ. ഇപ്പോൾ ഇതിന് ട്രയാങ്കുലർ പ്രിസം ഓർത്തിരുന്നാൽ മതി. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെ ഇതാണ് ബേസ്. ഇതിന് ഉദ്ദേശിക്കുന്ന റെക്റ്റാങ്കിൾസ് ആണ്. ഓൾ അതർ 3 sides ആർ റെക്റ്റാങ്കിൾസ്. ഇനി ഫേസ് എത്രയുണ്ട്? ഫേസ് ഇവിടെ നോക്കിയോ. 1 2 3 4 5. 5 faces. Edges here 3 edges. 1 2 3. Now 4 5 6 7 8 9. Total 9 edges. Corners 1 2 3 4 5 6. 6 corners. Okay. Now page number 111. Exercise 5.9. Match the following.
ഫസ്റ്റ് ഈസ് കോൺ. കോൺ ഷേപ്പ് തന്നിട്ടുണ്ട്, ഇപ്പുറത്ത് നെയിമും ഉണ്ട്. കോൺ എ സെക്കൻഡ് അല്ലേ, ഓപ്ഷൻ സെക്കൻഡ്. ബർത്ത്ഡേക്ക് അതിന് എക്സാമ്പിൾസ് കൂടെ നിങ്ങൾ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ആ കോൺ ഷേപ്പ് നിങ്ങൾക്കറിയാമല്ലോ. സ്പിയർ ഓപ്ഷൻ 4, ഒരു ബോളിൻ്റെ ഷേപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. സി സിലിണ്ടറിൻ്റെ ഓപ്ഷൻ 5. ഡി ക്യൂബോയിഡ്, അത് 3 ആണ് വരുന്നത്. ഇ പിരമിഡ്, ഫസ്റ്റ് 1 ആണ് അതിൻ്റെ മാച്ച് ചെയ്യേണ്ടത്. ഗീവ് 2 ന്യൂ എക്സാമ്പിൾസ് ഓഫ് ഈച്ച് ഷേപ്പ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് കൂടാതെ ഓരോന്നിനും 2 എക്സാമ്പിൾസ് കൂടെ കൊടുക്കണം. സോ കോണിന് എക്സാമ്പിൾ മിസ് പറയാം. ബർത്ത്ഡേക്ക് ഐസ്ക്രീം, വി ഓൾറെഡി ലേൺഡ്. സ്പിയറിന് ലഡു എക്സാമ്പിൾ അല്ലേ, അതുപോലെ ടെന്നീസ് ബോൾ. ഓക്കെ. സിലിണ്ടറിന് മിസ് ഓൾറെഡി പറഞ്ഞു, റോഡ് റോളർ ഉണ്ട്. പിന്നെ ഗ്യാസ് സിലിണ്ടർ എക്സാമ്പിൾ പറയാം. സെല്ലോ ടേപ്പ് നമ്മൾ വാങ്ങിക്കുന്നത്. PVC പൈപ്പ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ക്യൂബോയിഡ് നമ്മൾ ബ്രിക്സ് ഉണ്ട്. ബുക്ക്, ബോക്സ്, അതുപോലെ നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ, അവിടെ നിന്നൊക്കെ വരുന്ന ബോക്സ് ഒക്കെ ഏത് ഷേപ്പാണ്? ക്യൂബോയിഡ് ഷേപ്പ് കാണും, ക്യൂബ് ഷേപ്പൊക്കെ കാണും അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ എക്സാമ്പിളാണ്. പിരമിഡ് ഈജിപ്തിലെ പിരമിഡ് നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ട് കാണും. അതുപോലെ അതാണ് പിരമിഡിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള അങ്ങനത്തെ ഷേപ്സുകൾ. നമ്മൾ പലതരം ഷേപ്സുകൾ ഹിസ്റ്ററിയിൽ ഈ പിരമിഡ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2. വാട്ട് ഷേപ്പ് ഈസ്? താഴെ തന്നിരിക്കുന്നതിൻ്റെയൊക്കെ ഷേപ്പ് ഏതാണെന്ന് നിങ്ങൾ പറയണം. യുവർ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഏത് ഷേപ്പ് ആയിരിക്കും? ക്യൂബോയിഡ്. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പെരയൊക്കെ പണിയുന്ന ഒരു കട്ടയില്ലേ, ചുടുകട്ടയുണ്ട്, സിമെൻറ്റ് കട്ടയുണ്ട്, അതാണ് ബ്രിക്സും ക്യൂബോയിഡ്. മാച്ച് ബോക്സ് തീപ്പെട്ടി, ക്യൂബോയിഡ്. റോഡ് റോളറിൻ്റെ സിലിണ്ടർ. സ്വീറ്റ് ലഡു സ്പിയർ ഷേപ്പ്. ഓക്കെ. സോ ഈ ഷേപ്സ് എല്ലാം നിങ്ങളുടെ വീട്ടിൽ തന്നെ, അതുപോലെ ഈ ക്യൂബോയിഡ്, ക്യൂബ്, സിലിണ്ടർ, ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ട് കോൺ. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഞാൻ തരുന്ന ഒരു ആക്ടിവിറ്റി, നിങ്ങളുടെ വീട്ടിലുള്ള ഈ ഷേപ്സ് ഓരോന്ന്, ക്യൂബോയിഡ് എവിടെയൊക്കെ വരും. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് നിങ്ങളുടെ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ടേബിളിൻ്റെ ആ ഒരു ലെഗ് ഉണ്ടല്ലോ, ടേബിളിൻ്റെ കാലില്ലേ, അതൊക്കെ ഏത് ഷേപ്പിൽ വരും? ക്യൂബോയിഡ് ഷേപ്പിലുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഈ ഷേപ്പിൻ്റെ എക്സാമ്പിൾസ് നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഷേപ്സ് ഒക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ. സോ ഇന്നത്തെ ടോപ്പിക്സ് ഏതൊക്കെയായിരുന്നു? ക്വാഡ്ലാറ്ററൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാഡ്ലാറ്ററൽസ്, ദെൻ അബൌട്ട് പോളിഗൺസ്, ദെൻ 3-dimensional ഷേപ്സ്. എല്ലാം സിമ്പിൾ ടോപ്പിക്സ് ആണ്. സോ വാച്ച് വീഡിയോ again and again. This chapter is completed. Study well. Thank you.